CC+ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് CC+ വീഡിയോയിൽ നമ്മുടെ വിദ്യാമൃതം സ്കോളർഷിപ്പ് വയനാട് വിജയിയായ രൂപികയുടെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി. നമസ്കാരം രൂപിക. ഓക്കെ രൂപിക, ഹാപ്പിയാണോ? പ്രതീക്ഷിച്ചോ എഴുതിയപ്പം വിദ്യാമൃതം സ്കോളർഷിപ്പ് കിട്ടുമെന്ന്? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞങ്ങളെല്ലാം കണ്ട്. എങ്ങനെയുണ്ട് ഇതൊക്കെ? കൊള്ളാം. ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയാണ്. അപ്പോൾ രൂപിക പഠിക്കുന്ന സ്കൂളും ഒക്കെ എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കുന്നത് നിവേദിത വിദ്യാനികേതൻ കണിയാമ്പറ്റയാണ്. കണിയാമ്പറ്റ വയനാട് ജില്ലയിൽ തന്നെയാണ്. എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. ചേട്ടനുണ്ട്. ചേട്ടൻ എത്ര പഠിക്കുക? ചേട്ടൻ 10ൽ. 10 പഠിക്കുകയാണ്. ഇഷ്ടമാണോ കണക്കൊക്കെ ചെയ്യാൻ? ഇഷ്ടമാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിദ്യാമൃതത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ? അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. GK കുഴപ്പിച്ചോ? GK അല്ല, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. മാത്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ അല്ലാതെ ഇങ്ങനെ പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലായിരുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു? ചെയ്തു, കുറച്ച് ചെയ്തില്ല. ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? കൂട്ടുകാരൊക്കെയുണ്ട്? സ്കൂളില് തന്നെ പറഞ്ഞൊരു കുട്ടിയുണ്ട്, പിന്നെ ആവിണി പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ആദിൽ എന്ന് പറഞ്ഞ പേര്. ഒത്തിരി കൂട്ടുകാരുണ്ട്, നിറച്ച് കൂട്ടുകാരുണ്ട്. ക്ലാസ്സിൽ മൊത്തം 17 പേരാണ്. എല്ലാം കൂട്ടുകാരാണ്. ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് ടീച്ചർ ആരാ? ടീച്ചർ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ. ഇംഗ്ലീഷ് എല്ലാ ടീച്ചറും ഇഷ്ടം. എല്ലാ ടീച്ചർമാരുടെ പേരോട് പറഞ്ഞോ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അനീഷ എന്ന് പറഞ്ഞ ടീച്ചറാണ്. മലയാളം പഠിപ്പിക്കുന്നത് ദിവ്യ എന്ന് പറഞ്ഞ ടീച്ചറാണ്. സംസ്കൃതം ഉണ്ട് ഞങ്ങൾക്ക്. സംസ്കൃതം ഉണ്ട്. സംസ്കൃത ടീച്ചറുടെ പേര് ഹരിത എന്നാണ്. പിന്നെ ക്ലാസ് ടീച്ചറുടെ പേര് ദിവ്യ. മലയാളമാണ് പഠിപ്പിക്കുന്നത്. മലയാളമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ അടിപൊളി ടീച്ചേഴ്സിനും താങ്ക്സ്. നമ്മുടെ CC+ന്റെ വിദ്യാമൃതം സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ് നമ്മുടെ സുന്ദരി രൂപിക. അല്ലേ? ഫുൾ നെയിം എന്താ ഒന്നുകൂടെ പറഞ്ഞു? രൂപിക AP. ഇനി ഒരു പാട്ട് പാടാം. പാടത്തില്ലേ രൂപിക? ഒരു പാട്ട് പാടാം. എന്നാലും ഈ ഇടയുടെ പഠിച്ച ഏതെങ്കിലും ഒരു പാട്ട് പാടാം. അതറിഞ്ഞത് മതി. നമ്മുടെ പ്രേക്ഷകർ ഇപ്പം ആലോചിക്കും, ഒരു സമ്മാനം കിട്ടിയിട്ട് നമ്മളൊരു പാട്ട് പാടിയില്ലല്ലോ എന്ന്. അപ്പോൾ പാട്ട് പാടാം. അടിപൊളി ഒരു പാട്ട് പാടിക്കേ. കവിതയോ പാട്ടോ എന്തോ ആകാം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിലി, അമ്പിരിക്കരയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇന്നു നീലത്തുരുത്തില് നീർപ്പറപ്പിൽ നിഴലിടും, അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ, ആമ കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊരുത്തുള്ളൊരാൾ ചേലത്തും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം ഭാവി കാത്താക്കി. അടിപൊളി പാട്ട്. ഇതാണോ പാട്ടറിയില്ലെന്ന് വിചാരിച്ചത്? ടീച്ചർ വിചാരിച്ചു അറിയാം, ചുമ്മാ ഇച്ചിരി അറിയത്തുള്ളൂ. പക്ഷെ സൂപ്പറായിട്ട് പാടി. അപ്പം നമ്മുടെ CC+ലെ നമ്മളെ അടിപൊളി കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? മത്സരിക്കുക. ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് മത്സരങ്ങളും നമ്മുടെ CC+ വരുന്നുണ്ട്. നവോദയക്ക് നമ്മൾ പഠിക്കത്തില്ലയോ? അപ്പം നവോദയ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ പോലെ നമ്മൾ ഉത്തരാഖണ്ഡിൽ പോകത്തില്ലേ? സെറ്റ്. ഓക്കെ. അപ്പം എന്താ നോക്കിക്കോ, അടിപൊളി ഒരു എനർജറ്റിക് പാക്കാണ് അല്ലേ? ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വരുന്ന എല്ലാ മത്സരങ്ങളിലും സമ്മാനങ്ങളും നേടട്ടെ അല്ലേ? നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങായി നല്ല മറ്റുള്ളവർക്കൊക്കെ സഹായം ചെയ്ത് മുന്നോട്ട് വരിക. ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച് മോളെ. എൻ്റെ പേര് പത്മനാഭൻ. റവന്യൂ വകുപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ പോലെ നമ്മൾ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ
വിടുന്നു. വൈകുന്നേരം നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എൻ്റെ പേര് രമിത. ഞാൻ വയനാട് ജില്ലയിലാണ് പോളിടെക്നിക് കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് വിദ്യാമൃതം സ്കോളർഷിപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ സ്വന്തം എഫേർട്ട് എടുത്തിട്ടാണ് വിദ്യാമൃതം സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. അതിലിവിടെ അച്ചീവ്മെൻറ്റ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ അവിടെ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുന്നു. കാരണം ഓൺലൈൻ വഴിയാണ് അവർ എക്സാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ വഴിയാണ്, ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് അവൾ പഠിക്കുന്നത്. ഇപ്പം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം അവർക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അങ്ങനെയാണ് അവർക്ക് വിദ്യാമൃതം സ്കോളർഷിപ്പ് കിട്ടിയത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇവിടെ നല്ല പഠിക്കുകയും ഇവിടെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും വിഷയമൊന്നുമില്ല. നല്ലോണം പഠിക്കും. നല്ല ക്യാരക്ടറാണ് ഇവിടെ, നല്ല ബെറ്റർ ക്യാരക്ടറാണ്, നല്ല അനിയത്തിൻ്റെ ക്വാളിറ്റിയുള്ള ക്യാരക്ടറാണ് ഇവിടെ. എനിക്ക് ഇതിങ്ങനെ കിട്ടിയതിന് നല്ല സന്തോഷമുണ്ട്. അതൊരു കാര്യം തന്നെയാണ് നിങ്ങളിലൂടെ നമുക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുറേ പേർക്കും ഇത് നല്ലപോലെ പ്രചോദനം നൽകട്ടെ.